അപ്പൊ ഇവിടെ ഇനി സ്വയം എഴുത്തച്ഛൻ വിനീതനാവുന്നു. ഞാനാകട്ടെ പാദസേവകനായ ഭക്തനാം ദാസൻ. ഞാൻ ഇത്തരത്തിലുള്ള ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ പാദസേവകനാകാനുള്ള യോഗ്യതയെ എനിക്കുള്ളൂ. അവരെ ഭക്തിപൂർവം സേവിക്കുന്ന ഒരു ദാസനാണ് ഞാൻ. ഇനി അതുമാത്രമല്ല, ഇനി ഒരു ബ്രാഹ്മണന്മാരുടെ ഒരു കുലം എന്നെടുത്താൽ, ജാതി വ്യവസ്ഥയിൽ എടുക്കുകയാണെങ്കിൽ, ബ്രഹ്മപാദജൻ അജ്ഞാനിനാം ആദ്യനായുള്ളൊരു ഞാൻ. ബ്രഹ്മപാദജനാണ് ഞാൻ. ബ്രഹ്മപാദജൻ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മം ആദ്യം ഒരു രൂപം സ്വീകരിച്ചത് വിരാട് സ്വരൂപമാണ്. അത് ഈ 14 ലോകങ്ങളിലും അങ്ങനെ വ്യാപിച്ചു കിടന്നു. അങ്ങനെ പിന്നീട് പറയുന്ന ഒരു കുലമഹിമയെ പറയാൻ വേണ്ടി പറയുന്നത്, ആ വിരാട് സ്വരൂപന്റെ മുഖത്ത് നിന്ന് ഉദ്ഭവിച്ചവരാണ് ബ്രാഹ്മണന്മാർ, കൈകളിൽ നിന്ന് ഉദ്ഭവിച്ചവരാണ് ക്ഷത്രിയന്മാർ, തുടകളിൽ നിന്ന് ഉദ്ഭവിച്ചവരാണ് വൈശ്യന്മാർ. ആ ബ്രഹ്മത്തിന്റെ അഥവാ ആ വിരാട് സ്വരൂപന്റെ പാദത്തിൽ നിന്ന് ജനിച്ചവരാണ് ശൂദ്രന്മാർ. അങ്ങനെ ഒരു ശൂദ്രകുലത്തിലാണ് എഴുത്തച്ഛൻ ജനിച്ചത്. അതാണ് ഇവിടെ തുറന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ശൂദ്രനായി ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ആ ജന്മഗുണമായിട്ട് ആ ഒരു ജ്ഞാനം ഇല്ല എന്ന് സമ്മതിക്കുന്നു. അതാണ് പാദജൻ അജ്ഞാനിനാം ആദ്യനായുള്ളൊരു ഞാൻ. ബ്രഹ്മപാദജനാണ്, ശൂദ്ര ആ കുലത്തിലാണ് ഞാൻ പിറന്നത്. അതുകൊണ്ട് തന്നെ അജ്ഞാനികളിൽ ഞാൻ ആദ്യനാണ്, ഞാൻ മുമ്പനാണ്. അജ്ഞാനികളുടെ കണക്കെടുത്താൽ ഒരുപക്ഷെ അതിലേറ്റവും ആദ്യം എന്റെ പേര് എഴുതേണ്ടി വരും. അത്രയും അജ്ഞാനിയാണ് ഞാൻ എന്ന് എഴുത്തച്ഛൻ വിനയാന്വിതനാവുകയാണ്. യഥാർത്ഥത്തിൽ രാമായണം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തെ പോലെ ഒരു ജ്ഞാനി വേറെ ഇല്ല എന്ന്. പക്ഷെ ഇതായിരിക്കണം ഒരു ജ്ഞാനിയുടെ ഗുണം എന്നുകൂടെയാണ് പറയുന്നത്. എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ അതാണ് ഞാൻ അജ്ഞാനികളിൽ മുമ്പനായിട്ടുള്ള ഈ ഞാൻ. അപ്പൊ ഇവിടെ ഒരു അത്യാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ് എന്ന രീതിയിൽ പറയുകയാണ്. വേദസംഹിതമായി മുൻപുള്ള ശ്രീ രാമായണം. വേദത്തിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന, അതാണ് വേദസംഹിതം. ഒപ്പം ആദ്യം പറഞ്ഞിട്ടുണ്ട് വേദസാരമാണ് ഈ രാമായണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ വേദസംഹിതമായിട്ട് മുൻപേയുള്ള ആ ശ്രീരാമായണം, ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്? ബോധഹീനന്മാർക്ക് അറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. ബോധഹീനന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ബോധഹീനന്മാർ എന്ന് വെച്ചാൽ അജ്ഞാനികൾ. അപ്പൊ മൂക്കില്ലാ രാജ്യത്തെ ഒരു മുറിമൂക്കൻ രാജാവായിട്ടാണ് ഞാനിപ്പോ ഉള്ളത്. ഒരുപക്ഷെ എന്നേക്കാളും അജ്ഞാനികളായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ, അതിനാണ് ഈ മലയാള ഭാഷയിൽ തന്നെ ഞാനിത് എഴുതുന്നത്. അപ്പോ ബോധഹീനന്മാരായിട്ട് കുറെ പേര് ഈ ലോകത്തുണ്ട്. അതായത് ഈ ലോകമാണ് സത്യം, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഭൗതികമായ സുഖഭോഗങ്ങൾ അനുഭവിച്ച് അങ്ങനെ അങ്ങിരിക്കലാണ് ജീവിതം എന്നൊക്കെ വിചാരിക്കുന്ന ബോധഹീനന്മാരുണ്ട്. അവർക്ക് ഇതല്ല ജീവിതം എന്ന് പഠിക്കാനായിട്ട് നിർഭാഗ്യവശാൽ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ശ്രേഷ്ഠ ഭാഷ എന്ന് അറിയപ്പെടുന്ന സംസ്കൃത ഭാഷയിലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ ഇത് തങ്ങൾക്ക് മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് ചിന്തിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ബോധഹീനന്മാരായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കാനും ആരും മുതിരാറില്ല. അവരതിനൊന്നും സ്വയം അതിനൊരു താല്പര്യം എടുക്കാറും ഇല്ല. അപ്പൊ ആ ബോധഹീനന്മാരെപ്പോഴും അതുപോലെ അങ്ങനെ പോവുകയാണ്.
അപ്പൊ അതുകൊണ്ട് എഴുത്തച്ഛൻ ഒരു ഉപകാരമാണ് അവർക്ക് ചെയ്യുന്നത്. ഒരു കഥാരൂപത്തിൽ, ഒരു കാവ്യരൂപത്തിൽ മലയാള ഭാഷയിൽ ഇതെഴുതുമ്പോൾ വേദസാരം മുഴുവൻ ഇങ്ങനെ കടഞ്ഞെടുത്തിട്ടുള്ള ആ രാമായണം ഒരു കാവ്യരൂപത്തിൽ എഴുതിയാലെങ്കിലും ഈ ബോധഹീനന്മാരായിട്ടുള്ള ആളുകൾ അത് വായിച്ചാൽ അവർക്ക് കുറച്ചെങ്കിലും അതിനെക്കുറിച്ചൊരു അറിവ് അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചൊല്ലുന്നത്. അതാണ് ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ചൊല്ലിടുന്നേൻ. എന്നാൽ ഈ വേദസംഹിതമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേദത്തെക്കുറിച്ചുള്ള നല്ലൊരറിവുള്ള ഒരാൾക്ക് മാത്രമേ രാമായണം ശരിക്കും എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, ആ വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹത്താൽ എനിക്ക് വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞ് ഉണർന്നാവോളം തുണയ്ക്കേണം. വേദം 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇനി ആ വേദത്തിന്റെ അംഗങ്ങളുണ്ട് 6 വേദാംഗം. അതായത് വേദപഠനത്തെ സഹായിക്കുന്ന ശാസ്ത്ര ശാഖകളാണ് വേദാംഗങ്ങൾ. അതിലൊന്ന് ശിക്ഷാശാസ്ത്രം, അതായത് ഉച്ചാരണം, എങ്ങനെയാണ് വേദം ഉച്ചരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ആ ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ശിക്ഷ, അല്ലെങ്കിൽ ആ ഒരു ശാഖ. നമുക്കറിയാം, വേദ ഉച്ചാരണം കേട്ടിട്ടുള്ളവർക്കറിയാം, ഒരു പ്രത്യേക രീതിയിലാണ് ആ വേദം ഉച്ചരിക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ് ശിക്ഷ. അപ്പൊ അത് പഠിക്കണം. ഇനി കൽപ്പം, അതുപോലെ ഈ വേദത്തിന് അധികാരികളായിരിക്കുന്ന, വേദം പഠിക്കാൻ അധികാരികളായിരിക്കുന്നവർ ചെയ്തിരിക്കേണ്ട അനുഷ്ഠാന വിധികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രശാഖയാണ് കൽപ്പം. ഇനി വ്യാകരണം. ഏത് ഭാഷയും നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അതിന്റെ വ്യാകരണം അറിയണം. അപ്പോൾ മാത്രമേ അത് തെറ്റുകൂടാതെ നമുക്കത് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം വ്യാകരണം, ഈ വേദ ഉച്ചാരണത്തിനും വേദമന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ വ്യാകരണവും അറിഞ്ഞിരിക്കണം. അപ്പൊ വ്യാകരണവും ഈ വേദാംഗത്തിലെ ഒരു ശാസ്ത്രമാണ്. ഇനി നിരുക്തം, ഇതൊക്കെ അറിഞ്ഞാലും ഓരോ പദങ്ങളുടെയും വാക്യത്തിന്റെയും ഒക്കെ അർത്ഥം അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് ആ വാക്ക് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ വ്യുൽപ്പത്തിയോടുകൂടെ, വ്യുൽപ്പത്തി എന്ന് വെച്ചാൽ ഇപ്പോ വാരിജം, വാരി ജലം, അതിൽ നിന്ന് ജനിച്ചത് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായത് വാരിജം, താമര, ഇങ്ങനെ ഒരു വ്യുൽപ്പത്തി ഉണ്ടാവും ഓരോ വാക്കിനും. അപ്പൊ അതടക്കമുള്ള ആ ഒരു നിഘണ്ടുവിനെയാണ് നിരുക്തം എന്ന് പറയുന്നത്. ഇനി ഛന്ദസ് വൃത്തം. ഇപ്പൊ ഏത് കാവ്യത്തിനും ഒരു വൃത്തമുണ്ടാകും. അപ്പൊ വേദമന്ത്രങ്ങളൊക്കെ തന്നെ ഓരോ ശ്ലോക രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഛന്ദശാസ്ത്രം, വൃത്തത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതാണ് ഒരു വേദാംഗം ഛന്ദസ്. ഇനി ജ്യോതിഷം. അപ്പോ ഒരു വേദമന്ത്രങ്ങൾ പഠിച്ചിരുന്നാൽ മാത്രം പോരാ, ആ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട രീതി, അതിന് എപ്പോൾ ഇത് ഉപയോഗിക്കണം, അതിന് പറ്റിയ സമയമേത് എന്നൊക്കെ അറിഞ്ഞിരിക്കാനുള്ള ആ ഒരു ശാസ്ത്ര ശാഖയാണ് ജ്യോതിഷം. അപ്പോ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഈ 6 അംഗങ്ങളെക്കുറിച്ചുകൂടെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ വേദം കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് വേദം, വേദാംഗം. ഇനി വേദാന്തം, വേദത്തിന്റെ അന്തം. വേദം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ ആ അറിവിന്റെ അന്തം, അറ്റം, ഏതൊന്നറിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല, ഒന്നും ബാക്കിയില്ലാത്ത ആ അറിവ്, അതാണ് വേദാന്തം. അതിന്റെ മറ്റൊരു പേരാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിനെ ജ്ഞാനകാന്ഡം എന്നാണ് വിളിക്കുന്നത്. വേദത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ കർമ്മകാന്ഡവും
ഈ ജ്ഞാനത്തെക്കുറിച്ച്, ആത്മജ്ഞാനത്തെക്കുറിച്ച്, ബ്രഹ്മവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തെ പ്രത്യേകമായിട്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി, എന്റെ മനസ്സിൽ തെളിഞ്ഞ്, അത് തെളിയണം. ഒരു അഴുക്കുമില്ലാത്ത ആ വെള്ളം എങ്ങനെ തെളിഞ്ഞ് അടിത്തട്ട് വരെ കാണാൻ പറ്റുമോ അതുപോലെ എനിക്കിതിന്റെ എല്ലാ അർത്ഥം, അതിന്റെ എല്ലാ വ്യുൽപ്പത്തിയോടും കൂടെ അറിയണം. അതുപോലെ ലക്ഷണങ്ങളോടുകൂടെ, അങ്ങനെ അതിന്റെ എങ്ങനെയൊക്കെ ആഴത്തിലേക്ക് പോകാൻ പറ്റുമോ അതൊക്കെ തെളിയണം എന്റെ ഉള്ളിൽ. അങ്ങനെ തെളിഞ്ഞ് ഉണർന്ന് ആവോളം അങ്ങനെ സംഭവിക്കുവാൻ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്നെ തുണയ്ക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഭൂമിയിലുള്ള ദേവന്മാരാണ് ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞു. ഇനി അല്ലാത്ത ദേവന്മാർ, നമ്മൾ സാധാരണ ദേവന്മാരായിട്ട് കണക്കാക്കുന്നവരെയൊക്കെ പറയുകയാണ്. ഇവിടെ നമുക്ക് ആ എഴുത്തച്ഛന്റെ പ്രാസം വളരെ ഭംഗിയായിട്ട് നിബന്ധിച്ചിരിക്കുന്നത് കാണാം. സുരസംഹതിപതി തദനു സ്വാഹാപതി. സുരസംഹതിപതി എന്നാൽ ഇന്ദ്രൻ, തദനു അതിനുശേഷം സ്വാഹാപതി, സ്വാഹയുടെ പതി ഭർത്താവ്, അഗ്നിദേവൻ, അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ.